കാട്ടിലൂടെ സിംഹം ഇങ്ങനെ നടക്കുക, കൂടെ കുറുക്കനുമുണ്ട്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിംഹം പറഞ്ഞ് കുറുക്കനോട്, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഒന്നെങ്കിൽ ഞാൻ എന്നെ തിന്നു അല്ലെങ്കിൽ തിന്നാൻ പറ്റിയ ആളെ ഈ കൊണ്ടുതരണം. കുറുക്കൻ മന്ത്രിയാണ്, എന്നാലും സിംഹം ആ സമയത്ത് കുറുക്കനോട് അങ്ങനെ പറഞ്ഞു. കുറുക്കൻ എന്ത് ചെയ്ത് കാട്ടിൽ കുറച്ചുകൂടി അങ്ങോട്ടൊക്കെ നടന്നപ്പോൾ ഒരു കഴുത ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. അപ്പോൾ കുറുക്കൻ കഴുതനോട് പറഞ്ഞു, എന്നെ രാജാവ് വിളിക്കുന്നുണ്ട്, ഈയാണ് അടുത്ത രാജാവ്, അതുകൊണ്ട് എന്നെ രാജാവിനെ കാണണം, വേഗം എൻ്റെ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ കഴുത എന്ത് ചെയ്യും, കുറുക്കനെ വിശ്വസിച്ചിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോകും. രണ്ടാളോട് രാജാവിൻ്റെ അടുത്തേക്ക് പോവുക. ഈ കഴുതനെ കണ്ടപാടെ രാജാവ് സിംഹം വിചാരിച്ച്, ഈ കുറുക്കൻ കൊണ്ടുവന്ന് എനിക്ക് തിന്നാൻ വേണ്ടി കൊണ്ടുവരുന്ന കഴുതാണ്. കഴുതനെ കണ്ടതും ഇവനെ അങ്ങോട്ട് ചാടി വെക്കുക കഴുതൻ്റെ മേൽക്ക്. കഴുത ഈ ചാട്ടം കണ്ടപ്പോൾ കഴുതയ്ക്ക് ബേജാറായി, കഴുത ഓടി. പക്ഷേ കടി ചെവിക്ക് കിട്ടി, കഴുതൻ്റെ ചെവി മുറിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ കഴുത ഓടി, കുറുക്കന് ബേക്കിൽ ഓടി കഴുതൻ്റെ. അപ്പോൾ കഴുത കുറുക്കനോട് ചോദിച്ചു, ഈ എന്താ എന്നെ വഞ്ചിച്ചതല്ലേ, രാജാവിന് തിന്നാൻ വേണ്ടി എന്നെ കൊണ്ട കൊടുത്തതല്ലേ? അപ്പോൾ കുറുക്കൻ പറയും, അല്ല, ഒരിക്കലും അല്ല, എൻ്റെ ചെവി കിരീടം വെക്കാൻ ഈ ചെവി തടസ്സമാണ്, അപ്പോൾ അതുകൊണ്ട് എന്നെ ചെവി മുറിച്ചിട്ടാഞ്ഞതാണ് രാജാവ്. അപ്പോൾ കഴുത ചോദിച്ചു, ഓ രാജാവ് അങ്ങനെ നല്ലൊരു എത്ര കുലീനനായ രാജാവ്. അങ്ങനെ ഈ കഴുത തിരിച്ച് കുറുക്കൻ്റെ കൂടെ തിരിച്ച് ഈ സിംഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോകും. അപ്പോൾ സിംഹം വീണ്ടും ചെയ്യും, ഇവനെ തിന്നാൻ വേണ്ടിയിട്ട് കഴുതൻ്റെ മേലേക്ക് വീണ്ടും ചാടി വെക്കും. അപ്പോൾ ഈ പ്രാവശ്യം കടി കിട്ടിയത് വാലിനാണ്. അപ്പോൾ കടി കിട്ടിയപ്പോൾ വേദന കൊണ്ട് സിംഹത്തിന് കഴുതക്കെന്ന് മനസ്സിലായി ആക്രമിക്കുകയാണെന്ന് മനസ്സിലായി കഴുത വീണ്ടും ഓടും. അപ്പോൾ കുറുക്കൻ വീണ്ടും അതിൻ്റെ പിന്നിൽ ഓടിച്ചെല്ലും. ഈ എന്തിനാ ഓടുന്നത്? അപ്പോൾ കഴുത ചോദിക്കും, സിംഹം എന്നെ ആക്രമിച്ചത് കണ്ടില്ലേ? അപ്പോൾ കുറുക്കൻ പറയും, എടാ പൊട്ട, ഇത് എൻ്റെ വാല് സിംഹാസനത്തിലിരിക്കാൻ എൻ്റെ വാല് ഓക്കെ അല്ല, അപ്പോൾ വാല് മുറിക്കാൻ വേണ്ടിയിട്ട് സിംഹം കടിച്ചതാണ്. അപ്പോൾ കഴുത വിചാരിച്ചു, ഓ എത്ര കുലീനനായ രാജാവ്, എനിക്ക് അടുത്ത രാജാവ് ഞാനാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ള പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യാം, അതിന് വേണ്ടിയിട്ട് എന്നെ രൂപപ്പെടുത്തുകയാണെന്ന് കഴുത വിചാരിച്ചു. അങ്ങനെ കഴുത തിരിച്ച് വീണ്ടും സിംഹത്തിൻ്റെ അടുത്തെത്തി. സിംഹം ഒറ്റയടിച്ച് എന്ത് ചെയ്തു, കഴുതനെ കടിച്ച് കീറി കൊന്ന് ശരിയാക്കി. അങ്ങനെ ഈ കുറുക്കന് സിംഹത്തിന് വേണ്ടി തിന്നാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കരള് എല്ലാ കാര്യങ്ങളും സിംഹത്തിന് മുമ്പിൽ ഇങ്ങനെ നിരത്തി. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇതിന് തലച്ചോറില്ല, ഈ കഴുതൻ്റെ തലച്ചോറ് അതിൽ കാണില്ല. അപ്പോൾ കുറുക്കനോട് ചോദിച്ച്, ഇതിൻ്റെ തലച്ചോറ് എവിടെ? സിംഹം വിചാരിച്ച് കുറുക്കൻ തിന്നാണ്. അപ്പോൾ കുറുക്കൻ പറഞ്ഞ്, തലച്ചോറുണ്ടെങ്കിൽ ഇത് പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുമോ? അപ്പോൾ അതാണ് ഇതിൻ്റെ കഥ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ മധുരമായി സംസാരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആരെയും വിശ്വസിക്കരുത്. പല ആൾക്കാരും നിങ്ങളെ അഡ്വൈസ് ചെയ്യും, ഉപദേശിക്കും, പക്ഷെ അത് നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാവണമെന്നില്ല. നമ്മൾ ക്രിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പഠിക്കുക. അതായത് എല്ലാത്തിനെയും ഓക്കെ പറയാതെ വൈ, എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ പഠിക്കുക. യെസ്. മാത്രമല്ല, നമ്മളെ കൂടെ നിന്നിട്ട് തലച്ചോറ് തിന്നുന്ന ചില കുറുക്കന്മാരുമുണ്ട്, അതും നമ്മൾ മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ.